രണ്ടാം ഊഴം ഭാഗം 7. വീണ്ടും പെരുമ്പറകൾ മുഴങ്ങി. ശംഖും പെരുമ്പറയും ചേർന്നുണ്ടായ ഘോഷത്തിൽ കാഹളങ്ങളുടെ സ്വരം ലയിച്ചപ്പോൾ വലിയച്ഛൻ ഇരുവശത്തുമുള്ള സഞ്ജയൻ്റെയും വിതുരൻ്റെയും ചുമലിൽ കൈവച്ച് കാഴ്ചപ്പുരയുടെ പടവുകൾ കയറാൻ തുടങ്ങി. അഭ്യാസ പ്രദർശനത്തിനുള്ള സമയമായി. പ്രായക്രമത്തിൽ കൃപാചാര്യർ പേര് വിളിക്കും. അദ്ദേഹമാണ് പ്രദർശനം നിയന്ത്രിക്കുന്നത്. ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യരും രംഗഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മേൽനോട്ടം നടത്തുന്നു. യുധിഷ്ഠിരൻ രഥവേഗവും നിയന്ത്രണവും കാണിച്ചു. അകലെ തൂണിലുറപ്പിച്ച ലോഹവരാഹത്തിലും ഉയരത്തിൽ തൂക്കിയിട്ട കാളക്കൊമ്പിലും അമ്പെയ്തു കൊള്ളിച്ചു. കാമ്പോജത്തു നിന്ന് വന്ന ഇളം തവിട്ട് നിറമുള്ള കുതിരകളെ സാരഥി താഴ്ത്തി തെളിച്ചപ്പോൾ അവ നിലം തൊടുന്നില്ലെന്ന് തോന്നത്തക്കവണ്ണം പറന്നു. അക്ഷാഗ്രകീലത്തിൻ്റെ കെട്ടിയ വെള്ളിമണികളുടെ താളം മാറിക്കൊണ്ടിരുന്നു. രഥവേഗത്തിൻ്റെ പാരമ്യം കാട്ടി രാജാവിൻ്റെ കാഴ്ചപ്പുരയ്ക്ക് താഴെ വന്നു കുതിരകൾ നിന്നപ്പോൾ യുധിഷ്ഠിരൻ താഴെ ഇറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ആകർഷകമായിരുന്നു ജ്യേഷ്ഠൻ്റെ അഭ്യാസ പ്രകടനം. സദസ്സ് ചെറിയ ആഹ്ലാദ ശബ്ദം കൊണ്ട് ജ്യേഷ്ഠനെ അഭിനന്ദിച്ചു. അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. അങ്കണത്തിലിറങ്ങുമ്പോഴും എന്തു ചെയ്യണമെന്ന് നിശ്ചയിച്ചിരുന്നില്ല. വന്ദനങ്ങൾ കഴിഞ്ഞ് തേരിൽ കയറിയപ്പോൾ വിശോകൻ വില്ലും ആവനാഴി നീട്ടി. ആവനാഴി ബന്ധിക്കുമ്പോൾ വിശോകൻ പറഞ്ഞു, രഥവേഗം ഇനി കുട്ടികളെ രസിപ്പിക്കാൻ വേണമെങ്കിലാവാം. വേണമെന്നില്ല. ലോഹവരാഹത്തിൻ്റെ വായിൽ മൂന്നമ്പെയ്തു. മൂന്നും വായിൽ തറച്ചപ്പോൾ ജനങ്ങൾ ഒന്നിളകിയിരുന്നു എന്ന് തോന്നി. യുധിഷ്ഠിരൻ ഒരമ്പാണ് കൊള്ളിച്ചത്. വിശോകൻ രാത്രിയിലെ പരിശീലനത്തിനിടയ്ക്ക് പറയാറുള്ളതുപോലെ മന്ത്രിച്ചു, ഇനി കാളക്കൊമ്പിൽ 7. കൈവേഗം കാട്ടേണ്ട മുഹൂർത്തം. ഒന്നിനു പിറകെ ഒന്നായി 7 അമ്പുകൾ പറന്നു. ലക്ഷ്യം കണ്ണിലല്ല കാണേണ്ടത്, മനസ്സിലാണെന്ന നാഗൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. 7 അമ്പുകളും അയച്ചു. വില്ലു താഴ്ത്തി വിശ്വാസം വരാൻ വീണ്ടും നോക്കി. പിഴച്ചില്ല. വിശോകൻ മുഖം തിരിക്കാതെ പറഞ്ഞു. അപ്പോൾ സദസ്സിൻ്റെ അത്ഭുത പ്രകടനം കുറെ കൂടി ഉച്ചത്തിലായി. അപ്പോൾ ദ്രോണാചാര്യൻ ധൃതിയിൽ അടുത്തേക്ക് വന്നു. ഗദായുദ്ധം കാണിക്കൂ. അസ്ത്രവിദ്യ കാട്ടാൻ വേറെ പലരുമുണ്ട് പിന്നാലെ. ഗദായുദ്ധം, ഗദായുദ്ധം. ഞാൻ അദ്ദേഹത്തെ നോക്കി. കറുത്ത ശരീരത്തിൽ പൂണൂൽ വിയർപ്പിൽ പറ്റിക്കിടക്കുന്നു. നരച്ച താടിയുടെ തുമ്പത്ത് ഇറ്റുവീഴാൻ പാകത്തിൽ നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ. ബലിക്കളത്തിലെ ചോരയുടെ മണം പിടിച്ച് ആകാശത്ത് പരുന്തുകൾ വട്ടമിടുന്നത് നേരത്തെ ഞാൻ കണ്ടിരുന്നു. അമ്പുകൊള്ളാവുന്ന ഉയരത്തിൽ അതിലൊന്ന് പറന്നു താഴുമ്പോൾ എഴുതി വീഴ്ത്തണമെന്നാണ് അടുത്തതായി ഞാൻ നിശ്ചയിച്ചിരുന്നത്. ചടങ്ങുകൾ കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ അമ്മയ്ക്കൊരു ഉപചാര വന്ദനം കൂടി സ്വന്തം നിലയ്ക്ക് ചേർക്കണമെന്ന് കരുതിയിരുന്നു. മന്ദ, സമയം പോകുന്നു. വിശോകന് അമ്പും വില്ലും തിരിച്ചേൽപ്പിച്ച് ഞാൻ തേർത്തട്ടിൽ നിന്ന് ഗദയെടുത്തു. ആരോടെല്ലാമോ അരിശം തോന്നി. ഇരുമ്പ് കെട്ടിയ ഗദ വായുവിൽ ചുഴറ്റി ഞാൻ ദ്രോണാചാര്യരോട് ക്രോധം പുറത്തു വരാത്ത വിധം ചോദിച്ചു, ആരോടാണ് അഭ്യാസം കാട്ടേണ്ടത്? ഒരു പ്രതിയോഗിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ല ഞാൻ. കൗരവ മണ്ഡപത്തിൽ നിന്ന് ഘോഷം കേട്ടു നോക്കുമ്പോൾ ദുര്യോധനൻ നിൽക്കുന്നു. കൗരവരിൽ മൂത്തവനും പാണ്ഡവരിൽ രണ്ടാമനും തമ്മിലുള്ള കിടമത്സരത്തെപ്പറ്റി ഊഹങ്ങളുള്ള കാഴ്ചക്കാരിൽ നിന്ന് ഉത്സാഹത്തിമുപ്പിൻ്റെതായ ആരവമുയർന്നു. അംഗവസ്ത്രവും ആഭരണങ്ങളും അഴിച്ചു ദുശാസനെ ഏൽപ്പിച്ച് ദുര്യോധനൻ രംഗഭൂമിയിലേക്ക് എടുത്തു ചാടി. 3 പരിചാരകർ ഗദകളുമായി മുന്നിൽ നിരന്നു. മുകളിലേക്കിട്ട് പിടിച്ചു കനം നോക്കി ഒന്ന് നിരസിച്ച് രണ്ടാമത്തെ സ്വീകരിച്ച് ദുര്യോധനൻ എൻ്റെ നേരെ സാവധാനത്തിൽ വന്നു. ദ്രോണരും പരിചാരകരും പിൻവാങ്ങി. ഒരുങ്ങാൻ എനിക്കൊന്നുമില്ല. തടസ്സമായി നിൽക്കാവുന്ന ഒരാഭരണവുമില്ല. അടുത്തെത്തിയ ദുര്യോധനൻ പറഞ്ഞു, കാഴ്ചക്കാർ നിരാശപ്പെടരുത്. എന്നേക്കാൾ 1.5 വിരൽ പൊക്കമുണ്ട് ദുര്യോധനന്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വലിപ്പം അല്പം കുറവാണെന്ന് തോന്നും. അവൻ്റെ കാര്യത്തിൽ നിസ്സാരമല്ല എന്നെനിക്കറിയാം. കാഴ്ചക്കാരുടെ മുമ്പാകെ വെച്ച് എന്നെ തോൽപ്പിച്ച് ജേതാവാകാൻ കിട്ടിയ അവസരം അവൻ വിടില്ല. പക്ഷേ അവനറിയാത്ത ഒരു രഹസ്യമുണ്ട്. എനിക്കിത് മത്സരമല്ല. പ്രമാണകോടിയിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ദുസ്വപ്നം ഇന്നു മുതൽക്ക് ഉണ്ടാവരുത്. ഇതാ പകരം വീട്ടാൻ എനിക്കായി ഈ രംഗം ഒഴിച്ചിട്ടിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ 10,000 പേരുടെ മുമ്പിൽ. ജാതകത്തിൻ്റെ മുറയിൽ നിന്നുകൊണ്ട് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു, മന്ദ, കാണികൾ നിരാശപ്പെടരുത്. ഞാൻ നിൽക്കുന്നത് വലിതത്തിലാണ്. നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമല്ല. അയാൾ നിലപാട് മാറ്റി ഗദ വീശിയടിച്ച് പ്രത്യാശയെടുത്ത് നിന്നു. ഞാൻ തടുത്തില്ല. പിന്നിലേക്കാഞ്ഞ ശരീരത്തെ തൊട്ടില്ല എന്ന പോലെ ഗദയൊഴിഞ്ഞുപോയി. സദസ്സിൻ്റെ നിശബ്ദത ഇപ്പോൾ കാതുകളിൽ ഇരമ്പി. രണ്ടാമത്തെ പതനം ഞാൻ തടുത്തു. അവൻ്റെ കൈക്കരുത്തിനെപ്പറ്റി ബോധ്യം വന്ന ഞാൻ ആക്രമിച്ചു കയറി. മന്ദനായ ഭീമൻ്റെ ഗദാവേഗത്തെപ്പറ്റി ആയുധപാഠത്തിനിടയ്ക്ക് കണ്ട അവൻ കണക്കുകൂട്ടി വച്ചതൊക്കെ തെറ്റ്. ഇപ്പോഴാണ് അമ്പരക്കുന്നത്. ഒഴിഞ്ഞു വാങ്ങുന്തോറും ഞാൻ ഇടിച്ചു കയറി. ഇരുമ്പുകെട്ടുകൾ കൂട്ടിയടിക്കുമ്പോൾ തീപ്പൊരികൾ ഉയർന്നു. പിൻവാങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ അഹന്തയെ ആക്രമിക്കാനായി വാക്കുകളും കിട്ടി. ഭീരു, ഇത് യുദ്ധമാണ്, നൃത്തമല്ല. പതുക്കിയാണെങ്കിലും അവൻ്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. വിയർപ്പ് കുടഞ്ഞു കളയാൻ ശ്രമിച്ച് പൊരുതി നിൽക്കുമ്പോൾ അവൻ വികൃത ശബ്ദത്തിൽ മുരണ്ടിരുന്നു. എൻ്റെ അവസരം അടുത്തടുത്ത് വരുന്നുണ്ട്. പിൻവലിച്ച കഥ വീണ്ടും ഉയരുന്നതിനിടയ്ക്ക് ഇടവാരി അവൻ ചിലപ്പോൾ രക്ഷിക്കുന്നില്ല. കാൽച്ചൂട് പൊടുന്നനെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ വാരിയലിൽ ഗത വീഴാൻ പഴുതു കണ്ടുവെന്ന് വരും. അവൻ കുറെ കൂടി തളരണം. അവസരം അടുത്തെത്തുമെന്ന് ഉറപ്പിച്ച് ഞാൻ പൊരുതി. കാണികളുടെ മുമ്പാകെ തൻ്റെ പ്രതാപം ക്ഷയിക്കുന്നുവെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ആവണം അവൻ പുതിയ ശൗര്യത്തോടെ ഇരച്ചു കയറി. പ്രമാണകോടിയെപ്പറ്റി ഓർത്താൽ മതി. തളരാതെ ഞാൻ അസ്തമനം വരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ്റെ കൈകളുടെ വേഗം കുറയുന്നുണ്ട്. കൊല്ലുന്ന ഒരു നിമിഷത്തിൻ്റെ വിടവിനു വേണ്ടി കൊതിക്കുന്ന ഗദ ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ എൻ്റെ കൈപ്പിടിയിൽ പുളഞ്ഞു.
മനസ്സിലെ ആഹ്ലാദം എൻ്റെ മുഖത്ത് കണ്ടിട്ടാവണം അവൻ്റെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ പരുങ്ങി. ഇത് പ്രമാണകോടിയുടെ ഓർമ്മയ്ക്ക്. നിർത്തൂ. പല ശബ്ദങ്ങൾ. വിജയം അടുത്ത സമയത്ത് കൈ പിൻവലിക്കേണ്ടി വന്നു. നിർത്തൂ, നിർത്തൂ. പല ശബ്ദങ്ങൾ എൻ്റെ ചുറ്റും. എൻ്റെ മുന്നിൽ അശ്വത്ഥാമാവ് ദുര്യോധനെ മറിച്ചുകൊണ്ട് ചാടി വീണ് ഗർജിച്ചു. ഭീമസേന, നിർത്തൂ. ഞാൻ പതുക്കെ കഥ താഴ്ത്തി. അപ്പോഴേക്കും ദ്രോണരും കൃപാചാര്യരും മുമ്പിലെത്തി. ഇത് യുദ്ധമല്ല, അഭ്യാസ കാഴ്ചയാണ്. അവസാനമായി വന്ന വൃദ്ധനായ ശുകാചാര്യൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മതി, ധാരാളം മതി. ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്പരന്നു. കാഴ്ചക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ തിരികെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ശബ്ദം അവ്യക്തമായി കേട്ടു. ഞാൻ പടവുകൾ കയറുമ്പോൾ അർജുനൻ ഇറങ്ങുകയായിരുന്നു. ഗൗരവത്തിനിടയ്ക്കും അവൻ എനിക്കൊരു പുഞ്ചിരി തന്ന് പിറുപിറുത്തു. ബ്രാഹ്മണൻ്റെ വിവരക്കേട്. ഞാൻ പഴയ സ്ഥാനത്ത് യുധിഷ്ഠിരനരികെ ഇരുന്നു. ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ഉള്ളിൽ നിരത്തി വച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാലറിയാം. അപ്പോൾ വാദ്യഘോഷങ്ങൾ നിന്നു. ദ്രോണാചാര്യരുടെ ശബ്ദം കേട്ടു. അദ്ദേഹം ഒരഭ്യാസിയെ സദസ്സിന് പരിചയപ്പെടുത്തുന്നത് തന്നെ കാണികൾക്ക് ഇതിലും വലിയ പ്രദർശനം കാത്തിരിക്കാനുള്ള സൂചനയായിരുന്നു. ഇതാ എനിക്ക് പുത്രനേക്കാൾ പ്രിയപ്പെട്ട വത്സല ശിഷ്യൻ, സർവാസ്ത്രങ്ങളും പഠിച്ചവൻ അർജുനൻ. മാറത്ത് പൊന്നക്ഷത്രങ്ങൾ പൊതിച്ച പോർച്ചട്ടയും കയ്യിൽ തോലുറയും ധരിച്ചു രംഗമധ്യത്തിലേക്ക് നടക്കുന്ന അർജുനൻ. ബാലതരുണിയുടെ കണ്ണുകളെല്ലാം അവൻ്റെ ഓരോ കാൽവയ്പിലും നീലമലരുകൾ ചൊരിയുന്നെന്ന് തോന്നി. ഞങ്ങൾ 4 പേർ പരസ്പരം നോക്കി. അഭിമാനം കൊണ്ട് എൻ്റെ കലങ്ങിയിരുന്ന മനസ്സ് അപ്പോൾ തെളിഞ്ഞു. ആവശ്യത്തിൽ കൂടുതൽ ഞാൻ സമയമെടുത്തതിൻ്റെ കാര്യം മാത്രം യുധിഷ്ഠിരൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെച്ചു. വന്ദനമുറകൾ കഴിഞ്ഞ് അർജുനൻ അസ്ത്രങ്ങളുടെ ബലവും ദൂരവും കാട്ടി. പുങ്കാനം പുങ്കം അമ്പെയ്തു വേഗം കാട്ടി. ഇടം കൈയിൻ്റെയും വലം കൈയിൻ്റെയും സ്വാധീനം കാണിച്ച് ലോകവരാഹത്തിൻ്റെ വായിൽ 5 അമ്പുകൾ എയ്തു. കാളക്കൊമ്പിൽ 21 അമ്പുകൾ അയച്ചു. തറച്ച അമ്പിൻ്റെ വായ്ത്തലയുരസിപ്പതിച്ച് പുത്തൻ മുനകളെറിഞ്ഞ് തീപ്പൊരി ചീതറി. ആളുകൾ വിസ്മയം കൊണ്ട് പുളഞ്ഞു. അപ്പോൾ രംഗഭൂമിയിലേക്ക് മറ്റൊരു വില്ലാളി കടന്നു വന്നു. സൂതപുത്രൻ കർണൻ. അഹങ്കരിച്ചത് മതി പാർത്ത. ആരും പരിചയപ്പെടുത്തിയില്ല. അർജുനൻ അസ്തവീര്യനെ പോലെ നിൽക്കുമ്പോൾ ലോഹവരാഹത്തിലെ അമ്പുകൾ ഓരോന്നായി കർണൻ എയ്തു മുറിച്ചു. അമ്പുകൾ കൊണ്ട് ഭൂമിയിൽ സ്വസ്തികയുണ്ടാക്കി. ഉയർന്നു തലകുത്തി വീഴുന്ന അമ്പിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി. നിലം തൊടാൻ അനുവദിക്കാതെ അമ്പുകളെ കൊണ്ട് വായുവിൽ നൃത്തം വെപ്പിച്ചു. കാണികൾ അഭിനന്ദന രൂപത്തിൽ ഇരമ്പി. മണ്ഡപത്തിൽ നിന്ന് ദുര്യോധനൻ സമനില വിട്ടവനെ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനും എൻ്റെ കുരുരാജ്യവും കർണ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അരിശത്തോടെ യുധിഷ്ഠിരൻ ചോദിച്ചു, ആരാണ് സൂതന് മത്സരിക്കാൻ അനുവാദം കൊടുത്തത്? ആചാര്യന്മാരോടെ ജനങ്ങൾ കിളക്കി കർണൻ പറഞ്ഞു, എനിക്ക് അർജുനനോട് ദ്വന്ദ്വയുദ്ധത്തിന് അവസരം തന്നാലും. രംഗം വഷളാവാൻ തുടങ്ങുന്നുവെന്നറിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി. വിളിക്കാതെ വരുന്നവരുടെ ഗതിയെപ്പറ്റി അർജുനൻ എന്തോ പറഞ്ഞു. അടുത്തെത്തിയപ്പോൾ അവൻ്റെ മുഖത്ത് അധൈര്യം ഞാൻ വ്യക്തമായും കണ്ടു. ഓടിയെത്തിയ ദുര്യോധനാദികൾ കർണനെ തഴുകി മാർച്ചട്ട അണിയിച്ചു. പിൻവാങ്ങുന്നതിന് ന്യായങ്ങളൊന്നും തോന്നാതെ അർജുനൻ എന്നെ നോക്കി മാർച്ചട്ട പിന്നിൽ മുറുക്കി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ദയ അർഹിക്കുന്നില്ല സൂതപുത്രൻ. അപ്പോൾ ഭീഷ്മാചാര്യരും ദ്രോണരും കൃപരും അടുത്തെത്തി. നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞ കർണനെയും ഒരുക്കുന്ന എൻ്റെ ജോലി കഴിയട്ടെ എന്ന ഭാവത്തിൽ കാത്തു നിൽക്കുന്ന അർജുനനെയും അവർ നോക്കി. കൃപാചാര്യരോട് ഞാൻ അർജുനൻ്റെ ഇടം ചുമലിലൂടെ തലനീട്ടി ചോദിച്ചു, കുന്തിയുടെ ഏതെങ്കിലും ഒരു പുത്രനെ മതിയോ എന്ന് ചോദിക്കൂ, എനിക്ക് വേറെ ഒരു കടം വീട്ടാനുണ്ട്. അർജുനൻ പറഞ്ഞു, വേണ്ട, ഞാൻ അവനെ എത്തേണ്ട ഇടത്തേക്ക് അയക്കുന്നുണ്ട്. ഞാൻ വീണ്ടും അപേക്ഷിച്ചു, ഞാനുണ്ട് അവനിഷ്ടമുള്ള ആയുധങ്ങൾ. മത്സരയുദ്ധം മാറ്റിവെക്കാൻ വഴി കാണാതെ വിഷമിച്ചിരുന്ന കൃപാചാര്യർ ഒരു ന്യായം തോന്നിയ പോലെ പെട്ടെന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഈ അർജുനൻ കുന്തിയുടെ ഇളയ മകൻ പാണ്ഡുവിൻ്റെ പുത്രൻ, കുരുവംശത്തിൽ പിറന്ന രാജകുമാരനാണ്. കർണൻ തീപാർന്ന കണ്ണുകളോടെ ആചാര്യൻ്റെ നേരെ തിരിഞ്ഞു. കൃപർ ശബ്ദമുയർത്തി, ദ്വന്ദ്വയുദ്ധത്തിന് മുൻപ് കുലവും പൈതൃകവും അറിയണം. സമമായ കുലാചാരങ്ങളില്ലാത്തവരോട് ക്ഷത്രിയകുമാരന്മാർ ദ്വന്ദ്വയുദ്ധം പതിവില്ല. ശൗര്യം കൊണ്ട് കത്തിയിരുന്ന കർണൻ്റെ മുഖം പെട്ടെന്ന് ചാരനിറമായി. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കൊന്നും അറിയേണ്ടതില്ല. അവൻ നിശ്ചയിക്കുന്ന ആയുധങ്ങൾ. ദുര്യോധനൻ കോപത്തോടെ കൃപാചാര്യരുടെ നേരെ കുതിച്ചു. വീരന്മാരുടെ കുലം നോക്കേണ്ടതില്ലെന്നും ന്യായമില്ലേ ആചാര്യൻ? പിന്നെ ആളുകൾ കേൾക്കത്തക്കവണ്ണം ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട് ദുര്യോധനൻ പ്രഖ്യാപിച്ചു, കർണൻ ഈ നിമിഷം തൊട്ട് രാജാവാണ്. പൈതൃകമായി എനിക്ക് കിട്ടിയ അംഗരാജ്യം ഇതാ. ഇപ്പോൾ ഞാൻ കർണന് ദാനം ചെയ്യുന്നു. അയാൾ പിന്നെ അലറി, എവിടെ വൈദികർ? ദാനം വാങ്ങാനില്ലാത്തതുകൊണ്ട് ഒരുത്തനും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. ആരുമില്ലേ? ഓടിയെത്ത വൃദ്ധ വൈദികർ എവിടെയെന്നോ ജലകുംഭങ്ങൾ കൊണ്ടുവന്നു. ബ്രാഹ്മണർ മന്ത്രം ചൊല്ലി കർണൻ്റെ ശിരസിൽ 3 ജലകുംഭങ്ങൾ ചൊരിഞ്ഞ് അഭിഷേകം ചെയ്തു. കർണൻ ദുര്യോധനെ ആശ്ലേഷിച്ചു. ആചാര്യന്മാർ കേൾക്കാൻ വേണ്ടി ദുര്യോധനൻ അഹങ്കാരത്തോടെ പറഞ്ഞു, അംഗരാജ്യത്തിലെ രാജാവേ, നിങ്ങൾക്കെൻ്റെ നിതാന്ത സൗഹൃദം. അപ്പോൾ കാഴ്ചക്കാരിൽ നിന്ന് ഒരു പരിഹാസ ചിരി ഉയർന്നു. നോക്കുമ്പോൾ അങ്കണത്തിലേക്ക് ഒരു വൃദ്ധൻ നടന്നു വരുന്നു. ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ഏതോ കാഴ്ചക്കാരനാണെന്ന് ഞങ്ങൾ കരുതി. അഴിഞ്ഞ വസ്ത്രം വാരിപ്പിടിച്ച് വിയർത്തു കുളിച്ച് വേച്ചു വന്ന വൃദ്ധൻ വിളിച്ചു ചോദിച്ചു, എവിടെ എൻ്റെ കർണൻ? എവിടെ എൻ്റെ കർണൻ? ആകാശം മുട്ടി നിൽക്കുകയാണെന്ന് തോന്നിയിരുന്ന കർണൻ ആകെ ചെറുതാകുന്നത് പോലെ തോന്നി. അയാൾ ധൃതിയിൽ വൃദ്ധൻ്റെ അടുത്തേക്ക് നീങ്ങി വിളിച്ചു, അച്ഛാ, അച്ഛനിവിടെ?
അപ്പോൾ ഇതാണ് സൂതൻ അതിരഥൻ. കർണൻ തലകുനിച്ച് മുമ്പിൽ നിന്നപ്പോൾ സൂതൻ അവനെ തോൾവളകൾക്ക് താഴെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അരിശവും ഉത്കണ്ഠയുമല്ല അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അറിയാതെ മനസ്സ് സഹതപിച്ചുപോയി. ബഹളം കേട്ട് കർണൻ ആപത്തിലാണെന്നോ മറ്റോ ആരോ പറഞ്ഞു ഓടിക്കിതച്ച് വന്നതായിരിക്കണം അതിരഥൻ. രാജാവായി തീർന്ന മുഹൂർത്തത്തിൽ അമ്പരന്ന് നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന സൂതപുത്രനോട് എന്തുകൊണ്ടോ അപ്പോൾ സഹതാപം തോന്നി. പക്ഷേ അകലെ എവിടെയോ നിന്ന് നാഗന്റെ വാക്കുകൾ ഞാൻ ഓർമ്മയിൽ കേട്ടു. ശത്രു ദയ നേടുമ്പോൾ കൂടുതൽ കരുത്തനാവുന്നു. വീണെടുത്ത് വെച്ച് അവസാനിപ്പിക്കുക എന്നതാണ് കാട്ടിലെ നിയമം. മുറിവേറ്റ മൃഗം രക്ഷപ്പെട്ടുകൂടാ. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു. നിനക്ക് ആയുധമല്ല ചേർച്ച, കുലത്തൊഴിലിനു ചേർന്ന ചമ്മട്ടിക്കോലെടുക്ക്. ജനങ്ങളുടെ കണ്ണ് ഞാൻ അല്പനായി തരം താഴുകയാണെന്നറിയാമായിരുന്നു. കാഴ്ചക്കാരുടെ കരഘോഷം നേടാനല്ലല്ലോ അന്ന് പ്രമാണകോടിൽ ഇവനടക്കം 3 പേർ ഒരു കളിയൊരുക്കിയത്. ശത്രുവിനും വരം കൊടുക്കാൻ ഞാനൊരു ദേവനല്ല. അടിമുടി വിറച്ചുകൊണ്ട് കർണൻ എൻ്റെ നേരെ ചീറ്റിക്കൊണ്ട് വന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഏത് മ്ലേച്ഛനോട് യുദ്ധം ചെയ്യും? ഞാൻ മതിയെങ്കിൽ സ്വാഗതം. ദുര്യോധനൻ എൻ്റെ നേരെ ചൂണ്ടുവിരലിളക്കിക്കൊണ്ട് കയർത്തു. കർണനെ നോക്കി ഉറപ്പിച്ചു പറയാമോ, സൂതന് പിറന്നതാണ് ഈ തേജസ്വി എന്ന്? ഭീമ, ശൂരന്മാരുടെയും നന്ദികളുടെയും ഉൽപ്പത്തിയെപ്പറ്റി ആരും അന്വേഷിക്കാറില്ല. ശരിയല്ലേ എന്ന ഭാവത്തിൽ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ അയാൾ ആചാര്യന്മാരെ നോക്കി. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു, ഷണ്ഡൻ പാണ്ഡുവിന് മക്കളുണ്ടായ രഹസ്യവും മാലോകർ അന്വേഷിക്കാറില്ല. ഇടത്തെ 6-ാം വാരി ലക്ഷ്യമാക്കി ഉയർന്ന എൻ്റെ കൈ തടഞ്ഞ ദ്രോണപുത്രനെ അപ്പോൾ ഞാൻ ശപിച്ചു. പെരുമ്പറകൾ വീണ്ടും മുഴങ്ങി. ദ്രോണാചാര്യർ അസ്തഗിരിക്ക് മുകളിലെ വെളിച്ചം മങ്ങിയത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അഭ്യാസ കാഴ്ച കഴിഞ്ഞു. അസ്തമനമായി. ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ വേണ്ടത്ര വെളിച്ചം അപ്പോഴും രംഗഭൂമിയിൽ ചുറ്റിപ്പറ്റി നിന്നു. മതം പൊട്ടിയ ഗജവീരനെപ്പോലെ നിന്ന ദുര്യോധനൻ പിന്നെ കർണൻ്റെ തോളിൽ പിടിച്ച് കൽപ്പടവുകളുടെ നേർക്ക് നടന്നു തുടങ്ങി. എല്ലാവരും നടന്നു തുടങ്ങിയപ്പോഴും ഞാൻ വെറുതെ നിന്നു. നകുലനോടൊപ്പം അർജുനൻ നടന്നു. സഹദേവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു, അമ്മ മോഹാലസ്യപ്പെട്ട് വീണുപോയി. അർജുനന് ആപത്ത് പറ്റുമെന്ന് അമ്മ ഉറപ്പിച്ചു കാണും. എപ്പോഴാണ് അമ്മ മോഹാലസ്യപ്പെട്ടത്? ഞങ്ങളുടെ പൈതൃകത്തെപ്പറ്റി ദുര്യോധനൻ പറഞ്ഞത് അകലത്തെ സ്ത്രീ സദസ്സിൽ കേൾക്കില്ല. സാരമില്ല, ഇപ്പോൾ ബോധം തെളിഞ്ഞു. കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നതിന് പകരം ഞാൻ ഗംഗാതീരത്തിലേക്കാണ് പതുക്കെ നടന്നത്. സന്ധ്യാവന്ദനം കഴിഞ്ഞ് ഞാൻ നീരൊഴുക്കിൻ്റെ നിഗൂഢ മർമ്മരങ്ങൾ കേട്ടു നിന്നു. ഓളങ്ങൾ ചവിട്ടിക്കേറിയെത്തുന്ന കാറ്റ്. മേനകയുടെ ഉടയാടകൾ പറപ്പിച്ച് നഗ്നത കാട്ടി മുനിയെ മോഹിപ്പിക്കാൻ അദ്ദേഹം അയച്ച കാറ്റിൽ പരാഗങ്ങളുടെ മദഗന്ധമുണ്ടായിരുന്നു. ചെവിയിലൊരു സന്ദേശം പിറുപിറുക്കുന്നത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ വിജനതീരത്തിൽ ഞാൻ നിന്ന ശൈശവത്തിലെ സന്ധ്യകൾ അകലെയെങ്ങോ ആണെന്ന് തോന്നി. കൊടുങ്കാറ്റുകളുടെ ദേവനും ധർമ്മരാജനും ഇന്ദ്രനുമെല്ലാം ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ടിരിക്കണം. ഒരു പിതാവും അപ്പോൾ പ്രതിഷേധം അറിയിക്കാത്തത് എന്തെന്ന് ഞാൻ ചിന്തിച്ചു. കൊടുങ്കാറ്റ് അലറിയില്ല. അന്തിമേഘങ്ങളിൽ ഇടിവാളുകൾ പൊളഞ്ഞില്ല. ധർമ്മൻ്റെ അദൃശ്യകരം അവനെ അസ്തപ്രാണനാക്കിയില്ല. പകവിട്ടാൻ ദേവന്മാർ മറ്റൊരവസരം കരുതി വെച്ചിരിക്കുമെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇരുട്ടിൽ കൊട്ടാരത്തിലേക്ക് നടന്നു. രാത്രിയിൽ അഭ്യാസക്കാഴ്ചയുടെ അവശിഷ്ടമായി ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. പരിചരിക്കാനെത്തിയ എൻ്റെ സൂതൻ വിശ്വകൻ ഞാൻ വസ്ത്രം മാറുമ്പോൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, എല്ലാം നന്നായി, ആരും തോറ്റില്ല, ആരും ജയിച്ചതുമില്ല. അയാൾ പുറത്തു പോകുമ്പോൾ മദ്യം കൊടുത്തയക്കാൻ പറഞ്ഞു. ഭക്ഷണം കൊണ്ടുവന്ന ദാസന്മാർ പോയപ്പോൾ വിശ്വകൻ എൻ്റെ പതിവിൽപ്പെടാത്ത ആവശ്യം മറന്നുപോയെന്ന് കരുതി. അപ്പോൾ വാതിലിനപ്പുറത്ത് നിന്ന് നൂപുരങ്ങളുടെ കിലുക്കം കേട്ടു. രജതാലവും കൊണ്ട് കടന്നു വന്ന ദാസി. അവൾ കുനിഞ്ഞ് പാത്രം എൻ്റെ മുന്നിൽ വിനയത്തോടെ വച്ചപ്പോൾ മുടിക്കെട്ടിൽ നിന്ന് മഞ്ചിഷ്ടം കലർത്തിയ എണ്ണയുടെ മണം. അവൾ തിരികെ നടന്നപ്പോൾ ഞാനൊന്ന് വെറുതെ നോക്കി. വെള്ളി നൂപുരങ്ങൾ, മങ്ങിയ ചെമ്പട്ടിൻ്റെ ഒറ്റ വസ്ത്രം, മേഖലയ്ക്ക് താഴെ വലിയ അരക്കെട്ട് കാലച്ചയ്ക്കൊപ്പം ഇളകുന്നു. വാതിലിനപ്പുറമെത്തിയ അവൾ വീണ്ടും തിരിഞ്ഞു നിന്നു.